കൂപ്പിയ കൈയോടെ ദേവീനടയിൽ നിൽക്കുമ്പോൾ ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ പരീക്ഷണത്തിലും നീ എന്നെ തോൽപ്പിച്ചല്ലോ ദേവി. അവളുടെ മനം തേങ്ങി. കണ്ണുനീർ കവളിലൂടെ ഒഴുകി പരന്നു. ഇന്നുവരെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നീ തട്ടിക്കളഞ്ഞിട്ടേ ഉള്ളൂ. നഷ്ടങ്ങൾ മാത്രമേ നീ എനിക്ക് എന്നും നൽകിയിട്ടുള്ളൂ. അവയുടെ കൂടെ ഒന്നുകൂടി അനന്തേട്ടൻ, എൻ്റെ മാത്രം നന്ദേട്ടൻ. എന്തേ ശ്രീദേവിക്കിന്ന് വഴിപാട് ചീട്ടൊന്നുമില്ലേ? ഒന്നും കാണാനില്ലല്ലോ തൃപ്പടിയിൽ. തീർത്ഥവുമായി ശ്രീകോവിലിനുള്ളിൽ നിന്നിറങ്ങി വന്ന ശാന്തി ചോദിച്ചതും അവളുടെ മുഖത്തൊരു വിളറിയ ചിരി തെളിഞ്ഞു. ഇന്നത്തെ ചിരിക്കത്ര തെളിച്ചം പോരല്ലോ ശ്രീദേവിയെ. എന്തു പറ്റി? ദേവിയോട് പിണക്കാണോ? എത്ര പിണക്കത്തിലായാലും അനന്തനുള്ള വഴിപാട് മുടങ്ങി കണ്ടിട്ടില്ല ഞാൻ. ഇന്ന് അതും മുടങ്ങിയിരിക്കുന്നു. ആ പേരിലും നാളിലും വഴിപാട് കഴിക്കാനും പ്രാർത്ഥിക്കാനും ഇനി എനിക്ക് അർഹതയില്ല തിരുമേനി. അതിന് അർഹതയുള്ളവർ ചെയ്യട്ടെ ഇനിയെല്ലാം. മറുപടി ലഭിക്കാതെ പിന്മാറില്ലെന്നതുപോലെ പിന്നെയും പിന്നെയും തിരുമേനി ചോദിച്ചതും ഒരുത്തരം എന്നതുപോലെ പറഞ്ഞിട്ടവൾ ദേവീ നടയിൽ നിന്ന് പിന്തിരിഞ്ഞു നടന്നു. അന്നേരം അവളുടെ മനസ്സെന്ന പോലെ കൈകളും ശൂന്യമായിരുന്നു, പ്രസാദമില്ലാതെ. അമ്പലത്തിൻ്റെ പടികൾ വേഗത്തിലിറങ്ങിയതും അവളുടെ നോട്ടം പുറത്തെ ആൽമര ചുവട്ടിലേക്ക് നീണ്ടു. അവിടെ ആൽമര ചുവട്ടിലായി നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റ് കണ്ണിൽ പതിഞ്ഞതും അവളുടെ കണ്ണുകൾ ധൃതിയിൽ ചുറ്റും ഒന്ന് കറങ്ങിത്തിരിഞ്ഞു. ബുള്ളറ്റിനരികിൽ നിന്നും മാറി അമ്പലക്കുളത്തിനടുത്തായി ഒരു നീല ഷർട്ടുകാരനിൽ കണ്ണുകളെത്തിയതും അവൾ കണ്ണുകൾ വേഗത്തിൽ പിൻവലിച്ചു. ഗോപൻ സാർ. അവളുടെ ചുണ്ടുകൾ ആ പേര് ഉരുവിട്ട നിമിഷം തന്നെ സാറിൻ്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ എന്നവണ്ണം അവൾ ആൽമരത്തിനരികിലൂടെയുള്ള വഴിയിലൂടെ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. തന്നെ പിന്തുടരുന്ന ആ കണ്ണുകളെയും അവയിലെ തിളക്കത്തെയും കാണാതെ വീട്ടിലേക്കുള്ള വഴി തിരിയവേ കണ്ടു അനന്തേട്ടൻ അവരുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് ഫോണിൽ നോക്കുന്നത്. അമ്മാവൻ്റെ മകനാണ് അനന്തൻ. കൗമാരം യൗവനത്തിലേക്ക് കടന്നപ്പോഴെന്നോ ഒരിക്കൽ മനസ്സിലേക്ക് കയറിക്കൂടിയ മുഖമാണ് അനന്തൻ്റെ. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട തനിക്ക് സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് അമ്മയും അമ്മയുടെ ആങ്ങളയായ അമ്മാവനും കുടുംബവും മാത്രമായിരുന്നു. കല്യാണപ്രായത്തിൽ ശ്രീദേവിയെ നമുക്ക് അനന്തനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് ആരോ പറഞ്ഞതിന് ഒരു ചിരിയോടെ തനിക്ക് സമ്മതമാണിതിനെന്ന് പറഞ്ഞ അനന്തേട്ടൻ തൻ്റെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ നൽകി. തന്നോട് പ്രണയമാണെന്നോ ഇഷ്ടമാണെന്നോ അനന്തേട്ടൻ പറഞ്ഞിട്ടില്ലെങ്കിലും തൻ്റെ മനസ്സിൽ അനന്തേട്ടനായിരുന്നു എല്ലാം. തൻ്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും താൻ പങ്കുവച്ചിരുന്നത് നീതുവുമായിട്ടായിരുന്നു, തൻ്റെ ഉറ്റ സുഹൃത്ത്. അല്ല, അതിലുപരി അവൾ തനിക്ക് തൻ്റെ കൂടപ്പിറപ്പ് തന്നെയായിരുന്നു. തനിക്ക് അനന്തേട്ടനോട് തോന്നിയ ഇഷ്ടം മുതൽ അനന്തേട്ടനെ സംബന്ധിച്ച ഓരോ ചെറിയ കാര്യം വരെ താൻ പങ്കുവച്ചിരുന്നത് അവളോടായിരുന്നു. പലപ്പോഴും താൻ മറന്നാലും അവൾ ഓരോ കാര്യങ്ങളും തന്നോട് വന്ന് ചോദിക്കുമായിരുന്നു. എല്ലാം അവൾക്ക് തന്നോടും അനന്തേട്ടനോടുമുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് കരുതി. ഇന്നലെ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് വരെ പനിയായിരുന്നതുകൊണ്ട് ഇന്നലെ താൻ കോളേജിൽ പോയിരുന്നില്ല. ഇന്നലെയാണെങ്കിൽ ഗോപൻ സാറിൻ്റെ ക്ലാസ്സും ഉണ്ട്. തനിക്ക് ഏറ്റവും പേടിയുള്ള അധ്യാപകനാണ് ഗോപൻ സാർ. വളരെ ദേഷ്യക്കാരനാണ് സാർ. കോളേജിലെ പെൺകുട്ടികളെല്ലാം ഗോപൻ സാറിൻ്റെ പ്രണയത്തോടെ നോക്കുമ്പോൾ താൻ മാത്രം പേടിയോടെ നോക്കി. തൻ്റെ നാട്ടുകാരൻ തന്നെയാണ് സാറും. അതുപോലെ പതിവായി താൻ പോകുന്ന ദേവീക്ഷേത്രത്തിലെ നിത്യസന്ദർശകനും. പക്ഷെ ഒരിക്കലും താൻ സാറിനെ നേർക്കുനേർ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അത്രമാത്രം ഭയമാണ് സാറിനെ തനിക്ക്. എത്ര വയ്യെങ്കിലും സാറിൻ്റെ ക്ലാസ് മുടക്കാറില്ല. ഇന്നലെ ഒട്ടും വയ്യാത്ത കൊണ്ടാണ് പോവാത്തത്. എന്നാലും നീതുവിനോട് നോട്ട് വാങ്ങി പഠിച്ചാൽ സാറിൻ്റെ ചീത്തയിൽ നിന്ന് രക്ഷ നേടാമല്ലോ എന്ന് കരുതിയാണ് അവളുടെ വീട്ടിലേക്ക് പോയത്. എന്നാൽ അവിടെ കണ്ട കാഴ്ച നീതുവിനെ കെട്ടിപ്പുണർന്ന് അവളെ ആകെ ചുംബിച്ചുണർത്തുന്ന അനന്തേട്ടൻ. അനന്തേട്ടൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി അതിലും ഇരട്ടി ആവേശത്തോടെ അനന്തേട്ടനെ തിരികെ ചുംബിക്കുന്ന നീതു. തളർന്നും തകർന്നും പോകുന്നതിനേക്കാൾ തന്നെ ആ കാഴ്ച മരവിപ്പിച്ചിരുന്നു. കൂടപ്പിറപ്പിനെ പോലെ താൻ കൊണ്ടു നടന്നവൾ വളരെ സമർത്ഥമായി തന്നെ പറ്റിച്ചിരിക്കുന്നു. അനന്തേട്ടനും അവളും ഇഷ്ടത്തിലാണെന്നത് തന്നോട് മറച്ചു വെച്ച് തൻ്റെ പ്രണയത്തിനും അതിൻ്റെ വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു നല്ല സുഹൃത്തായിട്ട് അവൾ എത്ര നന്നായാണ് അഭിനയിച്ചത്. അനന്തേട്ടനെ പറ്റി താൻ പറയുന്ന ഓരോന്നിനും കൂടെ ചിരിക്കുമ്പോൾ അവൾ തന്നെ ഉള്ളുകൊണ്ട് കളിയാക്കുകയായിരുന്നെന്ന ചിന്ത തന്നെ തളർത്തി. അതിലുപരി തനിക്ക് അത്ഭുതം തോന്നിയത് അങ്ങനെ ഒരു കാഴ്ച കണ്ട നിമിഷം മുതൽ തൻ്റെ ഉള്ളിലുള്ള അനന്തൻ എന്ന രൂപത്തിനും ആ ഇഷ്ടത്തിനും പതിവുള്ള തെളിച്ചമല്ല എന്നതായിരുന്നു. ഒന്നുറക്കമുണർന്നൊരു രാത്രി കടന്നു പോയപ്പോഴേക്കും താൻ തൻ്റെ മനസ്സിനെ വരുതിയിലാക്കിയിരിക്കുന്നു. തന്നെ വിഡ്ഢിയാക്കി സന്തോഷിച്ചിരുന്ന നീതുവിന് മുൻപിലും താൻ പഴയ ശ്രീദേവി തന്നെയായിരുന്നു. ഒന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല. ഇന്ന് 2 വർഷങ്ങൾക്കിപ്പുറം ഈ കല്യാണ മണ്ഡപത്തിൽ ഗോപൻ സാറിൻ്റെ അല്ല, എൻ്റെ ഗോപേട്ടൻ്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഒപ്പം ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് മുമ്പിലായിരിക്കുന്ന നീതുവിൻ്റെ കണ്ണുകളിലെ പകപ്പും കുശുമ്പുമെല്ലാം
എനിക്ക് നൽകുന്നതൊരു വലിയ സംതൃപ്തിയായിരുന്നു. അനന്തേട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ഞാൻ ദേവീനടയിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കരികെ തന്നെ എന്നെ സ്വന്തമാക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ ഗോപേട്ടനും ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം. ഇഷ്ടം പറഞ്ഞ് സാറ് വന്നപ്പോൾ എതിർക്കാനൊന്നും എന്നിൽ അവശേഷിച്ചിരുന്നില്ല. എന്നെപ്പറ്റി എല്ലാം അറിയാവുന്നവനെ ഞാൻ എന്തിനു വേണ്ട എന്ന് വെക്കണം? അതിലുപരി എന്നെ പറ്റിച്ചു എന്നൊരഹങ്കാരത്തോടെ നീതു രഹസ്യമായി ഉള്ളിൽ കൊണ്ടു നടന്ന അനന്തേട്ടൻ അവളെയും പറ്റിച്ച് അവളുടെ വേറൊരു കൂട്ടുകാരിയെ വിവാഹം കഴിച്ചു. അതറിഞ്ഞ് തകർന്ന അവളുടെ തളർച്ച പൂർത്തിയായത് ഗോപേട്ടൻ എന്നെ താലി ചാർത്തിയപ്പോഴായിരുന്നു. ഇതൊന്നും അവൾ അറിയുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. ഭാവം. നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ നമ്മളെ ആഗ്രഹിച്ചതിനായിരിക്കും നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് എന്ന തിരിച്ചറിവോടെ ഞാൻ തുടങ്ങുകയാണ് എൻ്റെ ജീവിതയാത്ര. ഒരിക്കൽ ഞാൻ കണ്ണീരോടെ പടിയിറങ്ങിപ്പോയ ദേവിയുടെ അതേ തിരുനടയിൽ വെച്ച് തന്നെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.